ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ ദിവസത്തെയും വിശേഷങ്ങൾ വീഡിയോയിലൂടെ കൂട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? അപ്പോൾ ദേ ആനിക്കുട്ടി അമ്പലത്തിലോട്ടൊന്ന് പോവുകയാണേ. വഴിപാടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗണപതി ഹോമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പവും കിഴങ്ങറിയൊക്കെയാണ് രാവിലെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിന്ന് കറിക്കൊന്നും ഉച്ചക്കത്തേക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ അങ്ങനെ കരുതിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ തോർന്ന് നിൽക്കുകയാണ്. ഇപ്പം ഒരു 11:30-12 ആയ സമയത്ത് നന്നായിട്ടൊക്കെ ഒന്ന് വെയിലൊക്കെ എറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ നല്ല ദാഹമൊക്കെ തോന്നിയപ്പോഴത്തേക്ക് വെള്ളം കലക്കാൻ വേണ്ടി ടാങ്ക് ഇരിപ്പുണ്ടായിരുന്നു, നാരങ്ങയുണ്ട്. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച്. പിന്നെ നമുക്ക് പപ്പരങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ അത് പഴുത്തതാണെന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. നോക്കിയപ്പോഴത്തേക്ക് അധികം പഴുത്തിട്ടില്ല. പിന്നെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് പഴുത്തിട്ട് മുറിക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, മീനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരച്ച്, ഇന്നലത്തെ പാവയ്ക്ക തീയലിരിപ്പുണ്ട് വൈകുന്നേരം വെച്ചതേ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയും അതൊക്കെയായിരുന്നു ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കറികൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയി. ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിത്തേക്ക് നമുക്ക് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച്, ചെറുപയറും കഞ്ഞിയും, ചെറുപയർ മെഴുക്കുപുരട്ടിയതും കഞ്ഞിയും നല്ല ടേസ്റ്റല്ലേ. പിന്നെ ഇച്ചിരി ചെറിയൊരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലത്തെ ബാലൻസ് മുളക് ഇരിപ്പുണ്ട്. അപ്പോൾ മോൻ വരാനൊക്കെ സമയമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേ അത് ബജി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ ഈ കടലമാവ് ഇരുന്നേ പെട്ടെന്ന് അത് ചീത്തയായി പോകും. ഒരുപാട് നാൾ നമുക്ക് അങ്ങനെ വെച്ചേക്കാനും പറ്റത്തില്ല. പിന്നെ മുളക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്, അത് പിന്നെ കേടാകത്തൊന്നുമില്ല. അപ്പോൾ ഉള്ളത് എന്തായാലും അത് എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഉണ്ടാക്കാനായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കണ്ടൻറ്റൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു കൊച്ചു വീഡിയോ ആക്കി തന്നെ ഇട്ടിരിക്കുകയാണ്. പിന്നെ കുക്കറിൽ ചെറുപയർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചോറും കൂടെ വെച്ചാൽ മതി. കഞ്ഞിയാണ് വയ്ക്കുന്നത്. മക്കൾ 2 പേരും അടുക്കളയിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അവരോടാണ് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, ഒറ്റയ്ക്ക് എന്നല്ല കേട്ടോ. അങ്ങനെ ബജിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. വെളിച്ചെണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കാറില്ല. അതെന്ത് പൊരിച്ചാലും ഞാൻ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ ബജി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ വണ്ടി പുറത്ത് വെച്ചിട്ടാണ് മോൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പം വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മേലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്കൊന്ന് പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അടിച്ച് വരലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസമൊക്കെ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ എല്ലാ ദിവസമൊന്നും കയറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാ ദിവസവും നമ്മൾ ഈ പണികളൊക്കെ വീട്ടിൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റോസയുടെ റോസ വിരിഞ്ഞതിൻ്റെത് ഇങ്ങനെ വെട്ടിക്കളയാനൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വന്നതാണ്. പിന്നെ 2 അലോവേര എടുക്കണമായിരുന്നു, അതുമൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.
കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.